നമ്മളെ റേഡിയോൻ്റെ വർക്ക് അങ്ങനെ ഫുള്ളായിട്ടുണ്ട്. ഇനി ചെറിയൊരു പെയിൻറ്റിങ് വർക്ക് ഉണ്ട്. ഇവിടെയൊക്കെ കാർഡ്ബോർഡ് വെച്ച് കട്ട് ചെയ്തിട്ട് ഒരു മോഡൽ പോലെ ആക്കിയിട്ടുണ്ട്. ഇവിടെയൊന്നും സ്വിച്ചൊന്നുമില്ല. ഇത് നമ്മളെ പഴയ ബാറ്ററി ലിഥിയം ബട്ടൺ സെല്ല് വെച്ചതാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ കഷ്ണം വെച്ച് ഇവിടെ ഒരു മോഡലാക്കുക, മൊത്തം ഫ്ലാറ്റ് ആക്കുന്നതിന് പകരം മൊത്തത്തിലൊരു മോഡൽ പോലെ കൊടുക്കുക ചെയ്ത് നമ്മളെ റേഡിയോനുള്ള പോലെ തന്നെ ഒരു മോഡൽ ആക്കി. ഇനി ഇവിടെ എനാമൽ പെയിൻറ്റ് അടിക്കാനുണ്ട്. ചില ഭാഗത്തൊന്നും സ്പ്രേ പെയിൻറ്റ് വർക്കൗട്ട് ആവുന്നില്ല. അതുകൊണ്ട് എനാമൽ പെയിൻറ്റ് വെച്ചിട്ട് ഇനി ഇവിടെയൊക്കെ അടിച്ചിട്ട് നല്ല ഗ്ലേസിങ് ആക്കണം. അതേപോലെ ഇവിടെയും കുറച്ച് ഗ്ലേസിങ് ഒക്കെ ആക്കാനുണ്ട്. എനാമൽ പെയിൻറ്റ് കഴിഞ്ഞ് പോയി. ഇന്ന് വിഷുവായതുകൊണ്ട് പെയിൻറ്റ് കടയൊന്നും തുറക്കില്ല. ഇത് പിന്നെ റിയൽമീൻ്റെ ചാർജർ, ഫോണിൻ്റെ ചാർജർ വെച്ചിട്ടാണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത്. മറ്റേ ചാർജർ വെക്കുമ്പോൾ 9 വോൾട്ടിൻ്റെ ചാർജർ വെക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ചാർജിങ്ങിൻ്റെ ആണ് ഇപ്പം ചെറിയൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ളത്. നോക്കാം, എന്നാലും പരമാവധി സെറ്റാക്കാൻ പിന്നെ ചാർജ് കയറുമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇത് 5 വോൾട്ട് 2 ആമ്പറും അതേപോലെ തന്നെ 9 വോൾട്ട് 2 ആമ്പർ വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ അത് കാണുന്നത് 18 വാട്ട്സിൻ്റെ ചാർജറിൽ. അപ്പോൾ ഇത് തൽക്കാലം നമ്മൾ കുത്തിയിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. ഇത് ചാർജിങ് ഇൻഡിക്കേറ്റർ മാത്രമാണ്, ഇത് കട്ട് ഓഫ് ആവില്ല. അപ്പോൾ നമ്മളെ FM ഓൺ ആക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നോബിന് കൊടുത്ത ലൈറ്റ്. നോബ് റേഡിയോ ഓൺ ആക്കുമ്പോൾ നോബിന് ലൈറ്റ് വരും. ഇത് ചാർജിങ്ങിൻ്റെ ലൈറ്റ് മാത്രമാണ്. ഇവിടെയാണ് സ്റ്റേഷൻ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നോബിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ട്. അത് നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൊരു വർക്ക് കാണിച്ചാൽ ഇത് ചാർജിങ്ങിന് ഇട്ട ഒരു സമയം എടുത്തൊരു വീഡിയോ ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ മൊത്തത്തിലൊന്ന് നോക്കാം.